ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു നമ്മുടെ എല്ലാ അമലുകൾക്കും ഖബൂലിയത്ത് നൽകട്ടെ. ദിക്ർ എന്നത് ഭൂമിയിൽ നിർബന്ധമായിട്ടുണ്ടാവേണ്ട ഒരു കാര്യമാണ്. അത് നമ്മളാൽ നിർവഹിക്കുക എന്നത് അള്ളാഹു നമ്മെ തിരഞ്ഞെടുത്താൽ ആ ഭാഗ്യം നമുക്കുണ്ടായാൽ നമ്മളാൽ അത് നിർവഹിക്കൽ സാധ്യമാകുന്നത്. അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ വേണ്ടി അവൻ്റെ സർവ്വ സൃഷ്ടികളെയും അവൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മനുഷ്യരിൽ അതിൽ പ്രത്യേകം ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടായാലേ സാധ്യമാവും. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ മനുഷ്യേതര ജീവികൾ നിരന്തരം അള്ളാഹുവിന് വഴിപ്പെടുന്നുണ്ടെന്ന് ആ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. വന്നജ്മു വശ്ശജറു യസ്ജുദാൻ, ചെറിയ ചെറിയ വള്ളിച്ചെടികളും വലിയ വലിയ വൃക്ഷങ്ങളും അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ ദിക്ർ എന്നത് നാവ് കൊണ്ട് ചൊല്ലൽ മാത്രമല്ല, അള്ളാഹുവിനെ ഓർക്കാൻ കഴിയുന്ന എല്ലാ മേഖലകളും ദിക്റാണ്. അത് നടത്തമാവാം, ഇരുത്തമാവാം, കിടത്തമാവാം. ദിക്ർ എന്നത് ഏതെങ്കിലും പ്രവർത്തനങ്ങളാവാം. പടച്ചവനെ വിചാരിച്ച് തരണേ, പടച്ചവനെ വിചാരിച്ച് ചെയ്യണേ എന്ന് പറയുന്നത് പടച്ചവനെ വിചാരിച്ച് എന്ന് പറയുന്നിടത്ത് ചെയ്യപ്പെടുന്നത് മുഴുവനും ദിക്റാണ്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, ഇരിപ്പിലും നിൽപ്പിലും ഒക്കെ ദിക്റാണ്. മഹാന്മാരായ ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്, ഒരാൾ ഒരു സ്ഥലത്ത് ഇരിക്കാൻ പോവാന്ന് വെച്ചു, അല്ലെങ്കിൽ ഇരുന്നോടത്തുനിന്ന് എഴുന്നേൽക്കാണ്, അന്നേരം അല്ലാഹ് എന്ന ഒരു പറച്ചിൽ ഒഴിവാക്കൽ കറാഹത്താണത്രേ. നമ്മുടെ പ്രായമുള്ള ഉപ്പമാരും ഉമ്മമാരും ഒക്കെ ഇരിക്കാൻ പോകുമ്പോൾ പടച്ചവനെ അല്ലാഹ് റബ്ബേ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വിചാരം അവർക്ക് എന്തോ വലിയ കഠോരമായ രോഗമുള്ളത് കൊണ്ട് അവരങ്ങനെ പറയണമെന്നാണ്. യഥാർത്ഥത്തിൽ അതിന്റെ കാര്യകാരണങ്ങൾ അന്വേഷിക്കാതെയും പഠിക്കാതെയും അവർ അത് ശീലമാക്കി അമലാക്കി കൊണ്ടുവന്നു. ഞാൻ ഓർക്കുന്നത് എൻ്റെ വല്ലുമ്മയാണ്. പടച്ചവനെ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കുക, എഴുന്നേൽക്കുക, ഒരു പ്രശ്നമില്ല. പക്ഷെ അതൊരു ദിക്റിന്റെ മഖാമാണ്, ഒരു ദിക്ർ ചെല്ലുന്ന സമയമാണ്. നമ്മൾ ഇരുന്നോടത്തുനിന്ന് ഇപ്പോൾ ഇവിടെ എണീക്കുമ്പോൾ ആ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേൽക്കുന്ന നേരത്ത് അല്ലാഹ് എന്ന ഉച്ചാരണം ഒഴിവാക്കൽ കറാഹത്താണ്. അത്രത്തോളം ഒരു മനുഷ്യ ജീവിതത്തിൽ ദിക്ർ ഇടപെടുന്നുണ്ട് എന്നുള്ളത്. ഇനി കേട്ടോളൂ, ദിക്ർ ഒഴിവാകുന്ന ഒരു സമൂഹത്തെ എല്ലാവരും പിച്ചു ചീന്തും. ദിക്ർ ഒഴിവാകുന്ന ഒരു സമൂഹത്തെ ആരും വകവെക്കില്ല. ദിക്ർ ഒഴിവാകുന്ന ഒരു സമൂഹം, അല്ലാഹ് എന്ന ചിന്ത ഒഴിവാകുന്ന ഒരു സമൂഹം, ആ സമൂഹം ലോകത്ത് ഏറ്റവും കൂടുതൽ ഇകഴ്ത്തപ്പെട്ടവരായി മാറും. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ. യഥാർത്ഥത്തിൽ മനസ്സിൽ തട്ടിയ അല്ലാഹ് എന്ന വിചാരം, അതിന് നാം പറയുന്ന പേര് ദിക്ർ എന്ന, അതുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ നിന്ദരോ നിസ്സാരരോ ആവേണ്ടതില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. മനുഷ്യന്റെ മനസ്സിന് സമാധാനം കിട്ടാൻ ദിക്റാണ് വേണ്ടത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മാനസികമായ എല്ലാ വിഭ്രാന്തിക്കും സമാധാനം നൽകാൻ ദിക്ർ കൊണ്ട് സാധ്യം എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു ഓർമ്മയാ ദിക്ർ. അത് ഏത് സമയത്തുണ്ടാവണം. ആ ഓർമ്മ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏത് ചെറിയ കാര്യത്തിനും ഇബാദത്തിന്റെ പരിഗണന കിട്ടും. അള്ളാഹു എനിക്ക് ഈ വർത്താനം കൊണ്ട് കൂലി തരുമോ, ഒരു ചിന്ത, അതിന് ദിക്റെന്നാ പറയാം. ഒരാളോട് നമ്മൾ സംസാരിക്കാണ്, സഹോദര അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം, അതൊരു ദിക്റാണ്. അടുത്ത ചോദ്യം, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മറുപടി പറയുന്ന ആള് അൽഹംദുലില്ലാ സുഖം എന്നാണ് പറയുന്നതെങ്കിൽ, അൽഹംദുലില്ലാ സുഖം എന്ന് പറയാൻ അയാളെ പ്രേരിപ്പിച്ച എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന ചോദ്യവും ദിക്റായി മാറി. എന്റെ ഈ സംഭാഷണം കൊണ്ട്, എന്റെ ഈ പ്രവർത്തനം കൊണ്ട് അള്ളാഹു എനിക്ക് കൂലി തരുമോ ഇല്ലയോ എന്ന ഒരു ചിന്ത ആ സംഭാഷണത്തിന്റെയും പ്രവൃത്തിയുടെയും തൊട്ടു മുന്നേ നമ്മുടെ മനോമുഖരത്തിൽ വരിക വഴി അത് കൂലി കിട്ടുന്ന കാര്യമാണെന്ന് ഉറപ്പിച്ചാലോ ആ ചെയ്യുന്ന പ്രവൃത്തി എന്തോ അത് ദിക്റായി തീർന്നു. അങ്ങനെ വരുന്നിടത്ത് അല്ലാഹ് എന്ന വിചാരം നമ്മളിൽ നിലനിൽക്കുകയാണ്. കൊച്ചുമക്കൾക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നു. അല്ലാഹു എന്റെ മോൻ നന്നായി സ്വാലിഹായി വളർന്നു വരണം, നിനക്ക് വഴിപ്പെടുന്നവനാവണം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഭക്ഷണം വാരി കൊടുക്കുമ്പോൾ അരി ആഹാരമാണെങ്കിൽ ഓരോ ഉരുളയ്ക്കും സ്വലാത്ത് പ്രത്യേകം സുന്നത്താ. അരി കൊണ്ടുണ്ടാക്കിയ, ധാന്യം കൊണ്ടുണ്ടാക്കിയ ആഹാരത്തിന് ഓരോ ഉരുളയ്ക്കും സ്വലാത്ത് സുന്നത്തെന്ന് മഹാനായ ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ സകാത്തിന്റെ അധ്യായത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. എന്തുകൊണ്ട്?
അരിയാഹാരം ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശത്തിൽ നിന്നും അല്ലാഹു നേരിട്ട് പടച്ചതാണ്. മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ, വെക്കുമ്പോൾ, വേവിക്കുമ്പോൾ, വിളമ്പുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇതുകൊണ്ട് എനിക്ക് കൂലി കിട്ടൂലോ? സ്വഹാബി വനിതയോട് വീടിന്റെ അകത്തളത്തിൽ നിങ്ങളുടെ അടുക്കള ജോലിക്ക് യുദ്ധക്കളത്തിൽ പോയി അടരാടുന്ന പ്രതിഫലം അല്ലാഹു ജിഹാദിന്റെ കൂലി നൽകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ചിന്തിച്ചാൽ ഞാൻ ഈ ചെയ്യാൻ പോകുന്ന കാര്യം പടച്ചവനെ നീ എനിക്ക് കൂലി തരുന്നതാണോ? ആണെങ്കിൽ അൽഹംദുലില്ലാഹ്, ചിന്തയും ആ പ്രവൃത്തിയും ഒക്കെ ദിക്റായി. ദിക്റിന്റെ ചൈതന്യം അതാണ്. ദിക്ർ നമുക്ക് തരുന്ന ആത്മീയമായ ആവേശം അതാണ്. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു, മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം. അല്ലാഹുവോട് ചോദിച്ചു, കൈഫ തുഹ്യിൽ മൗത, അല്ലാഹുവേ നീ എങ്ങനെയാ മരിച്ചവരെ ജീവിപ്പിക്കുന്നത്? അല്ലാഹു തിരിച്ചു ചോദിച്ചു, അവലം തുഅ്മിൻ, അങ്ങേക്ക് ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കുന്ന കാര്യത്തിൽ ഈമാനില്ല നബിയെ? ഖാല ബല, എനിക്ക് ഈമാനുണ്ട്. വലാകിൻ ലിയത്മഇന്ന ഖൽബി, എന്റെ ഉള്ളിന്റെ ഉള്ളില് നീ എന്ന വിചാരം തേട്ടി വരാൻ, വർദ്ധിച്ചു വരാൻ വേണ്ടിയാണ് അല്ലാഹു പറഞ്ഞു, 4 പക്ഷികളെ, 4 വർഗത്തിൽപ്പെട്ട പക്ഷികളെ പിടിച്ച് അറുത്ത് തുണ്ടമായി അതിനെ കൂട്ടിക്കലർത്തി, അതിന്റെ ചിറകും തൂവലും മാംസവും എല്ലും എല്ലാം പരസ്പരം കൂട്ടിക്കലർത്തി 4ഉം തിരിച്ചറിയാത്ത വിധം ആ രക്തക്കറയിൽ പുരണ്ട മാംസകഷ്ണങ്ങളും തൂവൽ തുമ്പുകളും അങ്ങയുടെ ചുറ്റുപാടും കാണുന്ന 4 പർവ്വതത്തിന്റെ മൂർധാവിൽ കുഴിയെടുത്ത് കുഴിച്ചിട്ടിട്ട് അങ്ങ് താഴെ വന്ന് കൈകൊട്ടി അള്ളാന്റെ നാമം ഉച്ചരിച്ചു കൊണ്ടൊന്ന് വിളിച്ചു നോക്കി ആ 4ഉം അങ്ങയുടെ മുന്നിലേക്ക് പറന്നു വരും. അങ്ങനെ ഒരു കാഴ്ച കാണാൻ അങ്ങേക്ക് കഴിയും എന്ന് പറയാം. എന്തിനാ ഇബ്രാഹിം നബി ഇത് അന്വേഷിച്ചു പോയത്? മഹാനവരുകളുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള അള്ളാഹു എന്ന വിചാരത്തെ വർദ്ധിപ്പിക്കാനുള്ളതായ ഒരു കാരണത്തെ തേടിപ്പോയതാ. ദിക്ർ എന്ന ആ പ്രവൃത്തിയെ പറയാം. ദിക്ർ എന്ന ആ പ്രവൃത്തിയെ പറയാം. ഏതൊരു കാര്യവും അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് ദിക്ർ ആക്കാം, അല്ലെങ്കിൽ ദിക്റിന്റെ സ്ഥാനത്ത് കൊണ്ടുവരാൻ കഴിയും. സഹോദരിമാരെ, അരി കഴുകി വാരാൻ വേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പാത്രത്തിലേക്ക് ഇടുമ്പോൾ ഒരു ബിസ്മി ചൊല്ലിക്കോ, അത് ദിക്റായി. ആ അരി കഴുകി വാരൽ ദിക്റായി. ബിസ്മി ചൊല്ലിയിട്ട് നിങ്ങൾ വെള്ളം തിളച്ചു വരുമ്പോൾ അതിലേക്ക് ഇട്ടോ, ദിക്റായി. ആ പ്രവൃത്തി ദിക്റായി. ഇബാദത്തിന്റെ പരിഗണനയാ. ഇതിനിടയിൽ മോശമായ വർത്തമാനങ്ങളൊന്നും വരാതെ നമ്മൾ കൂലി കിട്ടുന്നതാണോ അല്ലയോ എന്ന ചിന്തയിലൂടെ ഏതൊരു കാര്യം പറയാനും ചെയ്യാനും തയ്യാറായാൽ അവിടെയൊക്കെ ദിക്ർ സംഭവിക്കാം. ഇങ്ങനെ ഒരു ചിന്ത മനസ്സിൽ നിന്ന് അറ്റുപോവാതെ ജീവിച്ചവർക്ക് അള്ളാഹുവിന്റെ നബിമാർ എന്ന് പറയാം. അവർക്കൊരിക്കലും അങ്ങനെ പോയിട്ടില്ല. സ്വർഗത്തിലേക്ക് വേഗമെത്തുന്ന, ഹിസാബ് വേഗം എളുപ്പമാകുന്നവർ അവരാണ്. അവരുടെ കൂട്ടത്തിൽ ഹബീബായ നബി തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു നബിയാണ് മഹാനായ സയ്യിദുനാ യഹ്യാ നബി അലൈഹിസ്സലാം. ഒരു കണ്ണ് ചിമ്മാൻ എത്ര നേരമുണ്ടോ അത്ര നേരം പോലും ഹൃദയത്തിൽ നിന്നും ഒരിക്കലും അല്ലാഹ് എന്ന ചിന്ത ഒഴിഞ്ഞു മാറാത്ത ഒരു പ്രവാചകനാണ് മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിസാബ് വേഗത്തിൽ നടക്കുന്ന ഒരു പ്രവാചകനാണ്. എന്നാൽ മറ്റൊരു നബിയെ പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ ഖുർആൻ ആ നബിയെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു സമയം ഉള്ളിന്റെ ഉള്ളിൽ നിന്നും നേരത്തെ പറഞ്ഞ ദിക്ർ കൊണ്ട് കിട്ടുന്ന ചൈതന്യമായ അല്ലാഹ് എന്ന ഓർമ്മ മാറി നിന്നതിന്റെ പേരിൽ ആ മനുഷ്യൻ എത്രമാത്രം ടെൻഷൻ അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു അധ്യായം ആ പ്രവാചകന്റെ പേരിലാണ്. പരിശുദ്ധ ഖുർആൻ 4 വട്ടം ആ പ്രവാചകന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു നിമിഷം അദ്ദേഹത്തെ വല്ലാത്ത ഒരു മുൻകോപിയായിരുന്നു. ആ മുൻകോപം അദ്ദേഹത്തെ കീഴടക്കിയ ഒരു സന്ദർഭത്തിൽ ഒരല്പം നേരത്തേക്ക് ആ മനസ്സൊന്ന് മാറി ചിന്തിച്ചു. അള്ളാഹു കൂലി തരുന്ന കാര്യമാണോ അല്ലയോ എന്ന ഒരു ചിന്തയുണ്ടല്ലോ, അതിനൊരല്പം ആ ട്രാക്ക് മാറിയതോടുകൂടെ അദ്ദേഹം നേരിടേണ്ട അനുഭവത്തെ കുറിച്ച് നമുക്ക് പാഠമാവാൻ പരിശുദ്ധമായ ഖുർആൻ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وإن يونس لمن المرسلين إذ أبق إلى الفلك المشحون فساهم فكان من المدحضين فالتقمه الحوت وهو مليم فلولا أنه من المسبحين للبث في بطنه إلى يوم يبعثون. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ മുർസലീങ്ങളിൽ പ്രമുഖനാണ് യൂനുസ് നബി അലൈഹിസ്സലാം.
വഇന്ന യൂനുസ ലമിനൽ മുർസലീൻ. യൂനുസ് നബി അലൈഹിസ്സലാം ചില്ലറക്കാരനല്ല, മുർസലീങ്ങളിൽ പ്രമുഖനാണ്. മഹാനവറുകൾ ആളുകൾ തിങ്ങി നിറഞ്ഞ കപ്പലിലേക്ക് ഓടിക്കയറിയ ആളാണ്. എന്തിനാണ് അങ്ങനെ ഓടിക്കയറിയത്? ധൃതി പിടിച്ചെന്തിനാ പോയത്? മഹാനവറുകൾ അല്ലാഹു തന്റെ സമൂഹത്തിൽ ഒരു അദാബ് ഇറക്കുമെന്ന് വാക്ക് പറഞ്ഞിരുന്നു. അത് വരാൻ ഒരു ക്ഷമ ഉള്ളിലുണ്ടായിരുന്നില്ല. അസഹ്യമായി വന്നപ്പോ മഹാനവറുകൾ ദേഷ്യം പിടിച്ച് ഇറങ്ങിപ്പോയതാ. ആ ദേഷ്യം തോന്നിയത് യഥാർത്ഥത്തിൽ ഒരു തെറ്റല്ല, പക്ഷേ അദ്ദേഹത്തെ പോലെയുള്ള ഒരു മഹാനായ പ്രവാചകന്റെ സ്ഥാനത്തേക്ക് വെച്ച് നോക്കുമ്പോൾ ഹസനാത്തുൽ അബ്റാരി സയ്യിആത്തുൽ മുഖറബീൻ, അങ്ങനെയുള്ള ആളുകൾക്ക് അത് അത്ര നല്ല പണിയല്ല അങ്ങനെ ദേഷ്യം പിടിച്ചു പോയത്. ആ ഒരൊറ്റ പോക്കിൽ, ആ ദേഷ്യം പിടിച്ചു പോകുന്ന പോക്ക് അല്ല കൂലി തരുന്നതാണോ അല്ലയോ എന്ന് ചിന്തിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞ മുഖപുരയിൽ പറഞ്ഞ ആ ഒരു ചിന്തയിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. യജമാനനോട് പിണക്കം കാണിക്കുന്ന അടിമകളും യജമാനനും യഥേഷ്ടമുണ്ടായിരുന്ന ഒരു കാലം. യജമാനനോട് പിണക്കം കാണിക്കുന്ന അടിമ ഒരു കപ്പലിലേക്ക് യാത്രികനായി എത്തിക്കഴിഞ്ഞാൽ ആ കപ്പൽ പിന്നീട് സഞ്ചരിക്കില്ല, നിശ്ചലമായി നിന്നുപോകും കടലിൽ. അതാ നാട്ടിലൊരു സ്വഭാവ. ആളുകൾ തിങ്ങി നിറഞ്ഞ കപ്പലിലേക്ക് ഈ പ്രവാചക പുങ്കവർ കടന്നു വന്നപ്പോ ആ കപ്പൽ ഇങ്ങനെ നിശ്ചലമായി നിന്നപ്പോ ആരോ പറഞ്ഞു, ഫഖാലൽ മുല്ലാഹൂൻ, കപ്പലിന്റെ കപ്പിത്താന്മാർ പറയാൻ തുടങ്ങി, ഹുനാ അബ്ദുനാ ബിഖം മിൻ സയ്യിദിഹി തുൽഹിറുൽ ഖുർആൻ. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങളെ രേഖപ്പെടുത്തുന്നു, ഈ കപ്പൽ യാത്രികളിൽ ഏത് ഒരാൾ തന്റെ യജമാനനെ പിണക്കിയിട്ടാ വന്നിരിക്കുന്നത്. അത് ഇവിടെ വെച്ചുകൊണ്ട് നിറക്കിട്ട് കഴിഞ്ഞാൽ ആ നെറുക്കിൽ വീഴുന്ന പേരാരോ അയാളായിരിക്കാം. അതാണ് ഇതിന്റെ പതിവ്, ഈ കാലഘട്ടത്തിന്റെ പതിവത. അങ്ങനെ കപ്പലിൽ വെച്ചുകൊണ്ട് നിറക്കിട്ടപ്പോൾ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരാ വന്നത്. എല്ലാവരും എടുത്തു പൊക്കി ആ വെള്ളത്തിലേക്ക് ഇട്ടു. ആലോചിച്ചു നോക്കണം, ആ സമയം മഹാനവറുകൾ പെട്ടുപോവുകയാ. അല്ലാഹു കൂലി തരുമോ എന്ന ഒരു വിചാരം ഉള്ളിലുണ്ടാവണം എപ്പോഴും. അല്ലാഹു കൂലി തരുമോ എന്ന വിചാരം, അത് ഏത് കാര്യം ചെയ്താലും. യൂനുസ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു മത്സ്യത്തിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു. ഫൽതഖബഹുൽ ഹൂതു വഹുവ മുനീം. എല്ലാവരും ആക്ഷേപം പറയുന്ന അവസ്ഥയിലേക്ക് യൂനുസ് നബി അലൈഹിസ്സലാം അവിടെ വഷളാവുകയാണ്. മഹാനവറുകളെ മത്സ്യം വിഴുങ്ങുകയാണ്. മഹാനവറുകൾ മത്സ്യത്തിന്റെ വയറ്റിൽ താമസിക്കേണ്ടി വരികയാണ്. ചരിത്രത്തിന്റെ പ്രധാന അഭിപ്രായങ്ങൾ കേട്ടോളൂ. ഒരു രാവും പകലും മത്സ്യത്തിന്റെ വയറ്റിൽ മഹാൻ കഴിയേണ്ടി വന്നു. ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു അല്ല, 3 രാവും പകലുമാണ്. ചിലര് പറഞ്ഞു 7 രാവും പകലുമാണ്. ചിലര് പറഞ്ഞു 20 രാവും പകലുമാണ്. മഹാന്മാരായ മറ്റു പല മുഫസ്സിരീങ്ങളും പറഞ്ഞു പ്രധാന അഭിപ്രായം 40 രാവും പകലും മത്സ്യത്തിന്റെ വയറ്റിൽ. സുബ്ഹാനല്ലാഹ്. ഒരു ഇത്തിരി നേരം അല്ലാഹു കൂലി തരുമോ ഇല്ലയോ എന്ന ഒരു ചിന്തയെ കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ പോയ ഒരു സാധാരണക്കാരനായ മനുഷ്യന്റെ അവസ്ഥയല്ല പറഞ്ഞതൊരു പ്രവാചകന്റെ അവസ്ഥയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, ഇരുട്ടിന്റെ ഗുഹരങ്ങളിലാ, മത്സ്യത്തിന്റെ വയറ്റിലാ. അവിടെ വെച്ചുകൊണ്ട് മഹാൻ അങ്ങ് ചിന്തിക്കുകയാ, പറ്റിപ്പോയല്ലോ അല്ലാ, ഇനി എങ്ങനെ പുറത്തു വരും? അവിടെയാണ് ദിക്ർ ഇടപെടുന്നത്. നമുക്ക് ഊരി വരാൻ കഴിയാത്ത കുടുക്കുകളിൽ നിന്നും ഊരി വരാൻ ഒരു ദിക്റുണ്ട്. ആ ദിക്ർ ചൊല്ലിക്കോ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ദിക്ർ എല്ലാവർക്കും അറിയാം. ഊരി വരാൻ കഴിയാത്ത ഒരു കുടുക്കിൽ പെട്ടാൽ ഈ ദിക്ർ ചൊല്ലിയാ മതിയെന്ന. ഫലൗലാ അന്നഹു മിനൽ മുസബ്ബിഹീൻ ലലബിഥ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. അന്ന് മഹാൻ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് ദിക്ർ ചൊല്ലിയില്ലായിരുന്നുവെങ്കിൽ ഖിയാമത്ത് നാൾ വരെ മത്സ്യത്തിന്റെ വയറ്റിൽ പെടുമായിരുന്നുവത്രേ ഖുർആൻ. ഫനബദ്നാഹു ബിൽഇറാഇ വഹുവ സഖീം.
തൂവൽ അടർന്നു പോയ ഒരു കിളിയെ പോലെ ശരീരത്തിന്റെ ചർമ്മം മുഴുവനും ഊരിയെടുത്ത പോലെ അതാ മത്സ്യം കൊണ്ടുവന്ന് മഹാനവറുകളെ കടലിന്റെ ഒരു ഓരത്തിൽ കക്കി വെച്ച് കൊണ്ടുപോകുന്നു. ഛർദിച്ചു വെച്ചു പോയി. ദിക്റ് ചൊല്ലിയപ്പോ ഇനി ചികിത്സ കൊടുക്കൽ അള്ളാഹുവിന്റെ ബാധ്യതയായി. ചികിത്സ അള്ളാഹു കൊടുക്കണം. വലിയ ഒരു അപകടം. മഹാനവറുകൾക്ക് അള്ളാഹു ഒരു പ്രത്യേകമായ ചെടി അവിടെ നട്ടുപിടിപ്പിച്ചു കൊടുത്തു. ചരക്ക എന്നൊക്കെ പറയാം. അങ്ങനെ എല്ലാവരും പറയാം ചരക്ക. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ പടർന്നു പോകുന്ന ഒരു ചെടിയാണെങ്കിൽ അള്ളാഹു അന്നൊരു തണൽ നൽകുന്ന വൃക്ഷമായി ആ ചെടിയെ മഹാനവറുകളുടെ മുന്നിൽ നട്ടുപിടിപ്പിച്ചു എന്നാ ഖുർആൻ പറഞ്ഞത്. അത് മഹാനവറുകൾക്ക് മുഅ്ജിസത്തായിരുന്നു. മാത്രവുമല്ല, രാവിലെയും വൈകുന്നേരവും മഹാനവറുകളുടെ മുന്നിൽ ഒരു മാൻപേട വരികയും ആ മാൻപേട അതിന്റെ മധുരമൂർന്ന പാല് ഇറ്റിച്ചു കൊടുത്തുകൊണ്ട് മഹാനവറുകൾക്ക് സുഖചികിത്സ നടത്തുകയും ചെയ്തു എന്നാണ് പരിശുദ്ധമായ ഖുർആൻ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് മനോഹരമായി ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ മറ്റൊരിടത്ത് പറയുന്നത് فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين سورة الأنبياء. നേരത്തെ പറഞ്ഞ ദിക്റാണ്, ഖിർബിന്റെ ദുആയാണിത്. ഗർഭിണികളായ സഹോദരിമാർ ഇത് ചൊല്ലിയാൽ സുഖപ്രസവം സുനിശ്ചിതമാണ്. ദുആഉൽ ഖിർബ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ കൊണ്ട് മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും മഹാനവറുകൾ പുറത്തേക്ക് വരുന്നു. ദിക്ർ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമുക്ക് ജീവിതത്തിൽ അത് കുറഞ്ഞു പോയിരിക്കാം. പണ്ടൊക്കെ ഒരു സായം സന്ധ്യയിൽ ഒരു നാടിന്റെ ഓരങ്ങളിലൂടെ ഇടവഴികളിലൂടെ പോകുമ്പോൾ സമൃദ്ധമായി കേട്ടിരുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹ്. വലിയ പ്രതിഫലമല്ലേ സഹോദരങ്ങളെ? കൊച്ചുമക്കളെ താരാട്ട് പാടുന്നവരല്ലേ നമ്മൾ? അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചല്ലോ. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ അവിടുത്തെ ജാമിഉൽ ഹദീസിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്, ഇഫ്തഹു അലാ സിബിയാനികും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. കുഞ്ഞുമക്കൾക്ക് നിങ്ങൾ താരാട്ട് പാടിക്കൊടുക്കുമ്പോൾ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവട്ടെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ചിന്തിച്ചു നോക്കണേ, വർത്തമാനം പറഞ്ഞു തുടങ്ങാത്ത ഒരു പ്രായമാണ് തൊട്ടിൽ പ്രായം. അല്ലെങ്കിലോ വർത്തമാനത്തിന്റെ വ്യക്തത വരാത്ത നിലപാടുകൾ പറയാത്ത പ്രായമല്ലേ? ഒരു മനുഷ്യന് പറയാൻ കഴിവ് വരുമ്പോഴേക്കും അവൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ആദ്യം പറഞ്ഞു വരേണ്ടതില്ല ഇലാഹ ഇല്ലല്ലാഹ്. പറയാനും സംസാരിക്കാനും കഴിയാത്ത പ്രായത്തിൽ അവന് ചൊല്ലിക്കൊടുക്കണമെന്നാ പറഞ്ഞത്. വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളിലേക്കും മരണാസന്നമായ രോഗങ്ങളിലേക്കും എത്തുമ്പോ അപ്പോഴും നമുക്ക് മറ്റുള്ളവർ ചൊല്ലിത്തരാൻ മൗതാക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് നബി മുഹമ്മദ് മുസ്തഫ. സ്വന്തം ചൊല്ലാൻ പറ്റുന്ന സമയത്തൊക്കെ ചൊല്ലണം. സ്വന്തം ചൊല്ലാൻ പറ്റാത്ത രണ്ടവസ്ഥ, ജനിച്ചു കുറച്ചു നാൾ കുഞ്ഞായിരിക്കുന്ന സമയത്തും മരിക്കാൻ നേരാവുമ്പോഴായി രണ്ട് സമയത്ത് മറ്റുള്ളവരോട് ചൊല്ലിക്കൊടുക്കാനും പറഞ്ഞു. മറ്റുള്ളവർ ചൊല്ലിക്കൊടുക്കുന്നത് ചൊല്ലാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പൊ ചൊല്ലാൻ പറ്റുന്ന അവസ്ഥയിൽ നിരന്തരം ചൊല്ലുകയും വേണം. അതാണ് ദിക്ർ. ദിക്ർ അങ്ങ് ചൊല്ലിയാൽ, നാവിന് ദിക്റിന്റെ നനവ് വന്നു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ ഓർക്കാൻ പറ്റുന്ന എല്ലാ വർത്താനവും ദിക്റാ. വീണ്ടും പറയുന്നു, അള്ളാഹുവിനെ ഓർക്കാനും ചിന്തിക്കാനും പറ്റുന്ന എല്ലാ പ്രവർത്തനങ്ങളും ദിക്റാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാന്റെ ഹബീബ് പറയുന്നു, ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹുൽ ഒരു ഹദീസ് പറയുന്നുണ്ട്, അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി. ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി
ഇന്ന ലില്ലാഹി തബാറക വതആല മലായികതൻ സയ്യാറാ. അല്ലാഹുവിന് സഞ്ചാരികളായ മലക്കുകളുണ്ടത്രേ. സഞ്ചാരികളായ മലക്കുകൾ ഫളലൻ പ്രത്യേകിച്ച് പറയട്ടെ, യത്തബിഊന മജാലിസൻ ദിക്രി, എവിടെയാ രണ്ട് പേര് ചേർന്നിരുന്നു കൊണ്ട് ദിക്ർ ചൊല്ലുന്ന വീട്, എവിടെയാണ് രണ്ടുപേര് ചേർന്നിരുന്നു കൊണ്ട് ദിക്ർ ചൊല്ലുന്ന സദസ്, എവിടെയാ അള്ളാഹുവിന് ഇഷ്ടമുള്ള വർത്തമാനങ്ങൾ പറയുന്ന സദസ്, ഇത് എവിടെ എന്ന് തേടി നടക്കുന്ന സഞ്ചാരപ്രിയരായ മലക്കുകൾ അള്ളാഹുവിന് ഉണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെ ആ മലക്കുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി തേടി തേടി വരുമ്പോ കൈപ്പൂരിക്കര മഹല്ല് നിവാസികളായ സഹോദരന്മാരുടെ വീടിന്റെ ഉമ്മറത്ത് LKG പഠിക്കുന്ന UKG പഠിക്കുന്ന നമ്മുടെ കുഞ്ഞിളം പ്രായക്കാരുടെ കിളിനാദം അവിടെ നിന്നുകൊണ്ട് ചൊല്ലുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു. സീരിയൽ മാമാങ്കത്തിൽ തകർത്തുകൊണ്ടിരിക്കുക വീടിന്റെ അകത്തളത്തിൽ വലിയവര്. എന്നാൽ കുഞ്ഞുമക്കളാവട്ടെ ഇറയത്ത് വന്നിരുന്നു കൊണ്ട്, സിറ്റൗട്ടിൽ വന്നിരുന്നു കൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഈ മലക്കുകൾ ആ മക്കളെ കാണുമ്പോ, ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പ്രായമുള്ള ഉപ്പാനെ കാണുമ്പോ, ഫൈദാ വജദു മജ്ലിസൻ ഫീഹി ദിക്റുൻ ഖഅദൂ മഅഹും, ആ മലക്കുകൾ ഈ കുഞ്ഞു മക്കളുടെ കൂടെ ആ ഉമ്മറത്ത് വന്ന് പടിഞ്ഞിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ചെറിയ കാര്യമല്ല ഈ പറഞ്ഞത്. അതിന്റെ ഏറ്റവും കുറഞ്ഞ ഒരു സദസ്സാ ഞാൻ പറഞ്ഞത്. ചെറിയ രണ്ട് കുട്ടികൾ ആ ഏറയത്ത് പോയിരുന്ന് ദിക്ർ ചൊല്ലുന്നു എന്നത്. എന്നാൽ നമ്മളിവിടെ 29 വർഷമായിട്ട് ദിക്റിന്റെ മജ്ലിസ് എല്ലാ വെള്ളിയാഴ്ച രാവിലും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എത്ര കോടിക്കണക്കിന് മലക്കുകളുടെ സാന്നിധ്യം നമ്മുടെ ഈ പരിസരത്ത് അതിന്റെ അനുഗ്രഹമായി പെയ്തിറങ്ങിയിട്ടുണ്ട്. അള്ളാഹു ആ ബറക്കത്തുകൾ മുഴുവനും അനുഭവിക്കാനുള്ള യോഗ്യത ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് നൽകട്ടെ. അങ്ങനെ മലക്കുകൾ വന്നിരിക്കുത്രേ. എന്നിട്ടോ ആദ്യം ഒരു ട്രിപ്പ് മലക്കുകൾ വന്നിരുന്ന ശേഷം ആ മലക്കുകളുടെ പിന്നാലെ 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 പിന്നെയും മലക്കുകൾ വന്നുകൊണ്ടിരിക്കുമ്പോ കണ്ടിട്ടില്ലേ, പാലത്തിന്റെ അടിയിൽ വലിയ ഒരു തേനീച്ചക്കൂട്, കശുമാവിന്റെ നീണ്ടു നിൽക്കുന്ന കൊമ്പിന്റെ താഴെ ഒരു വലിയ തേനീച്ചക്കൂട്, വലിയ ഫ്ളാറ്റുകളുടെയും സമുച്ചയങ്ങളുടെയും അടിയിൽ വലിയ തേനീച്ചക്കൂട് കണ്ടിട്ടില്ലേ? ഒന്നിന്റെ പുറകെ ഒന്ന് ചിറക് വെച്ച് അട്ടിയട്ടിയായി അങ്ങനെ നമ്മുടെ വീടിന്റെ ഉമ്മറത്ത് നിന്നും ദിക്ർ ചൊല്ലുന്നവരുടെ കൂടെ ഇരിക്കുന്ന മലക്കുകളുടെ പിന്നാലെ പിന്നാലെ അട്ടിയട്ടിയായി മലക്കുകൾ അങ്ങനെ കൂട്ടം കൂട്ടമായി തടിച്ചുകൂടിയിരുന്നാൽ അവരെവിടെ വരെ ആ അട്ടി നീളുമെന്നറിയുമോ? ഹത്താ യംലഊ മാ ബൈനഹും വബൈനസ് സമാഇദ് ദുനിയാ, ഒന്നാനാകാശം വരെ മലക്കുകൾ ഇങ്ങനെ അട്ടിയട്ടിയായിരിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. ഒന്നാനാകാശത്തിന്റെ അറ്റത്തെ മലക്ക് അവിടെ എങ്കിൽ ആ അട്ടിയുടെ ഇങ്ങേ അറ്റത്തെ മലക്ക് നമ്മുടെ വീടിന്റെ ഉമ്മറത്ത് തന്നെയുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ദിക്ർ കഴിഞ്ഞു. ദിക്റിന്റെ ആ ചെറിയ സദസ്സ് ഒരു 15 മിനിറ്റ് ഏകദേശം. അപ്പോഴേക്കും പിള്ളേർക്ക് സ്കൂളിൽ പഠിക്കാനുണ്ടായി. എന്തൊരു ബർക്കത്താണ്! ആ മക്കള് നാളേക്ക് ഉപകാരപ്പെടുന്ന മക്കളാ ദുനിയാവിലും ആഖിറത്തിലും. നമുക്കോ ഇല്ല, എന്നാ നമുക്കുണ്ടാവണം. അതിന്റെ കൂടെ കുട്ടികളെ ഏൽപ്പിക്കണം. അങ്ങനെ സദസ്സ് പിരിഞ്ഞപ്പോ ഈ മലക്കുകളും പിരിഞ്ഞു. മലക്കുകൾ സന്തോഷത്തോടു കൂടി മുകളിലേക്ക് കയറിപ്പോ. എന്നിട്ടോ അവിടെ ചൊല്ലുമ്പോ അള്ളാഹു അവരോട് ചോദിക്കും. അള്ളാഹുവിനെ അറിയാൻ ചോദിക്കേണ്ട കാര്യമില്ല. മിന്നൈന ജിഅ്തും, എവിടെന്നാ മലക്കുകളെ നിങ്ങൾ വരുന്നത്? മലക്കുകൾ പറയും ജിഅ്നാ മിൻ ഇൻദി ഇബാദില്ലക ഫിൽ അർളി, പടച്ച റബ്ബേ, നിന്റെ ഇഷ്ടദാസന്മാർ ഭൂമിയിലുണ്ട് ചിലര്. ഇന്നാലിന്റെ വീട്ടിൽ നിന്നാ ഞങ്ങൾ വരുന്നത്. അങ്ങനെ മലക്ക് പറയാൻ, നമ്മുടെ വീടും വീട്ടുപേരും കുടുംബനാഥന്റെ പേരും പറയാൻ, നമ്മുടെ വീടിന്റെ അടയാളം പറയാൻ നമുക്ക് കൊതിയില്ലേ?
എന്നാൽ വീട്ടിലുണ്ടാവണം ഇശാ മഗ്രിബിന്റെ ഇടയിൽ ദിക്ർ, ളുഹർ കഴിഞ്ഞ ദിക്ർ, അസ്ർ കഴിഞ്ഞ ദിക്ർ, നിസ്കാര ശേഷമുള്ള ദിക്റുകള്, ദിക്റാവട്ടെ സ്വലാത്താവട്ടെ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടായേ പറ്റൂ. ഖുർആൻ പാരായണവും ദിക്ർ തന്നെയാ. എല്ലാം ദിക്റാണ്, എല്ലാം ദിക്റാണ്. അള്ളാഹുവോട് പറയും, ഇന്നാലിന്റെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. അള്ളാഹുവിന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, അള്ളാഹ്ക്ക് അറിയാം. അപ്പൊ അള്ളാഹു അവരോട് ചോദിക്കും, മലക്കുകളെ നിങ്ങൾ അവിടെ നിന്ന് വരുമ്പോ എങ്ങനെയാണ് എന്റെ ആ പ്രിയപ്പെട്ട അടിമകൾ അവിടെ ഉണ്ടായിരുന്നത്? മലക്കുകൾ പറയും, അവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നുണ്ട്, വയുഹമ്മിദൂനക അൽഹംദുലില്ലാഹ് ചൊല്ലുന്നുണ്ട്, അല്ലാഹുവേ വയസ്അലൂനക, അതൊക്കെ കഴിഞ്ഞിട്ട് ആ ദിക്ർ കഴിഞ്ഞിട്ട് എന്തൊക്കെയോ നിന്നോട് അവർ ദുആ ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, സൗകര്യങ്ങൾ ഏറെ ഉണ്ടല്ലോ, നമുക്ക് ഒഴിവ് സമയങ്ങളും ശ്രമിച്ചാൽ നമുക്ക് കിട്ടുമല്ലോ. നമ്മുടെ വീട്ടിൽ ആഴ്ചയിൽ ഒരിക്കൽ വാപ്പയും ഉമ്മയും മക്കളും പേരമക്കളും എല്ലാവരും കൂടിയിരുന്നിട്ട് ഒരു 100 ദിക്ർ ചൊല്ലിയിട്ട് 100 ചൊല്ലിയാൽ മതി. ദിക്ർ കഴിയുമ്പോൾ ആരെങ്കിലും ഒരാൾ അതിലങ്ങ് ദ്വാരക്കുന്ന ഒരു പതിവുണ്ടെങ്കിൽ ആ കുടുംബത്തിലേക്ക് മരുന്ന് ഫലിക്കാത്ത രോഗം കടന്നു വരുമോ? ആലോചിച്ച് നോക്കണം. ആ കുടുംബത്തിലേക്ക് അനിഷ്ടകരമായ പേടിപ്പെടുത്തുന്നതായ റിസൾട്ടുകൾ പ്രതീക്ഷിക്കപ്പെടുന്ന രോഗങ്ങൾ കടന്നു വരോ? ഇല്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ആ കുടുംബത്തിലേക്ക് ആപത്ത് മുസീബത്തുകൾ കടന്നു വരുമോ? ആ കുടുംബത്തിലെ മക്കളിൽ ലഹരി ഉപയോഗമോ പ്രണയബന്ധമോ കടന്നു വരുമോ? ഒരു 100 ദിക്ർ ചൊല്ലാൻ ഉമ്മയും വാപ്പയും മക്കളും എല്ലാവരും കൂടെ അതിനുവേണ്ടി സമയം കണ്ടെത്താൻ 100 ദിക്ർ കൂടി വന്നാൽ ഒരു 7 മിനിറ്റ്, ഒരു 3 മിനിറ്റ് ദുആ മലയാളത്തിൽ മതി. ആഴ്ചയിൽ ഒരിക്കൽ ഒരു മജ്‌ലിസ് നമ്മുടെ വീട്ടിൽ നടത്തണമെന്ന് പറയാനുള്ള യോഗ്യത എനിക്ക് ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ വേണം. ഇന്ന് ദുആ ഇറക്കുന്നത് ഞാനാണെങ്കിൽ നാളെ ദുആ ഇറക്കേണ്ടത് എന്റെ മോനായിരിക്കണം, എന്റെ വാപ്പയായിരിക്കണം. മാറി മാറി ദുആ ഇറക്കണം. അങ്ങനെ ഒരു മജ്‌ലിസ് നമ്മുടെ വീട്ടിലുണ്ടാവണം. മലക്കുകൾ ഇങ്ങനെ ദുആ ഇറക്കുന്ന ആളുകളെ പറ്റി പറയുമ്പോൾ അല്ലാഹു പറയും, അവരെന്താ ചോദിച്ചത്? നിന്റെ സ്വർഗം മലക്കുകളെ ഞാൻ അവർക്ക് കൊടുക്കുന്നത്. അവർ വല്ലതും അഭയം തേടിയിരുന്നോ? ഉണ്ട് റബ്ബേ, അവർ നിന്നോട് അഭയം തേടിയിരുന്നത് നിന്റെ നരകത്തെ തൊട്ടാണ്. അല്ലാഹു ചോദിക്കും, മലക്കുകളെ അവർ ആ നരകം കണ്ടിട്ടാണോ അഭയം തേടിയത്? ഇല്ല റബ്ബേ, നരകം കാണാതെ നമ്മൾ അഭയം തേടിയാൽ ആ അഭയം തേടലിന്റെ പരിപൂർണതയില്ല. സ്വർഗം കാണാതെ സ്വർഗം ചോദിച്ചാൽ ആ ചോദ്യത്തിൽ പരിപൂർണതയില്ല. കണ്ടിട്ട് ചോദിക്കുമ്പോഴാ അതിന്റെ ആഗ്രഹവും അതിന്റെ ഭയവും മനസ്സിൽ പൂർണ്ണമായി കടന്നു വരാ. ഇത് ഇല്ലാതെ ചോദിച്ചിട്ടും അല്ലാഹു തരാൻ തയ്യാറാണെന്ന് മലക്കുകളോട് പറഞ്ഞു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പോഴുണ്ട് മലക്കുകൾ പറയാണ്, അല്ലാഹുവേ, ഒരാളെ പറ്റി ഒന്ന് പറഞ്ഞു തരുമോ തമ്പുരാനെ? ആ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു ദിക്റിന്റെ മജ്‌ലിസിൽ. ആരാണെന്നറിയുമോ? ഒരുപാട് പാപം ചെയ്തവനാ മനുഷ്യൻ. അയാളാകട്ടെ ഇന്നമാ മറ, ദിക്റിന്റെ മജ്‌ലിസ് അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അയാൾ അതിലൂടെ കടന്നുപോയി. ഒരുപാട് പാപം ചെയ്ത മനുഷ്യനാ. അയാളങ്ങ് നടന്നു പോകുമ്പോഴേക്കും ദിക്റിന്റെ മജ്‌ലിസ് തീരാറായിരിക്കുന്നു. അവസാന സമയത്ത് അയാൾ അതിലൂടെ കടന്നു പോയത്. ഒരു നിമിഷം അയാളുടെ ഉള്ളിൽ തോന്നി, അല്ലാഹുവേ, ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തവനല്ലേ, ഒരു നിമിഷമെങ്കിലും ഞാൻ ഇവിടെ ഒന്ന് ഇരുന്നാൽ നന്നാകുമെങ്കിൽ നന്നാവട്ടെ എന്നോർത്ത് ദിക്റിന്റെ മജ്‌ലിസ് അവസാനിക്കുന്നതിന് മുന്നേ അതിലൂടെ നടന്നുപോയ ഒരു പാപിയായ മനുഷ്യൻ വന്ന് ആ ജനങ്ങളുടെ ഇടയിൽ വന്നിരുന്നാൽ അല്ലാഹു പറഞ്ഞു, മലക്കുകളോട് പറഞ്ഞു, ആ മനുഷ്യനും ഈ സദസ്സിന്റെ ആനുകൂല്യങ്ങൾ സർവ്വതും ഞാൻ നൽകുമെന്ന് അല്ലാഹു മലക്കുകളോട് പറഞ്ഞതായി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ദിക്റുകൾ വേണം, ജീവിതത്തിൽ ദിക്റുകൾ വേണം. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് എന്നെ ചേർത്ത് പിടിച്ചു, വല്ലാത്ത ഇഷ്ടമായിരുന്നു എന്നോട് വസിയത്തായി അവിടുന്ന് പറയുകയാണ്, അബൂദർറേ, അൻകുസിറ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ലാ ഹൗല എന്ന ദിക്ർ നീ ജീവിതത്തിൽ വർദ്ധിപ്പിക്കണം മോനെ എന്ന് പുണ്യ നബി എന്നെ ചേർത്ത് പിടിച്ച് സ്നേഹത്തോടു കൂടെ പറഞ്ഞു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഹൗല എന്ന ദിക്ർ ആർക്കേത് അറിയാത്ത? ലാ ഹൗല ഒന്നിലധികം ചൊല്ലുന്നുവെങ്കിൽ
ഒന്നിന് ശേഷം മറ്റൊന്ന് ചൊല്ലുന്നുവെങ്കിൽ രണ്ടാമത്തേത് ചൊല്ലുമ്പോൾ വലാ ഹൗല എന്നാക്കണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. പിന്നെ ചൊല്ലുമ്പോൾ വലാ ഹൗല, പിന്നെ ചൊല്ലുമ്പോൾ വലാ ഹൗല. ആദ്യത്തെ തുടങ്ങുമ്പോൾ മാത്രം ലാ ഹൗല, പിന്നെ അതിന് ശേഷമുള്ളതിൽ വാവ് ചേർക്കണം എന്നതാണ് അതിന്റെ അദബ്. എന്താ ഈ ദിക്റിന്റെ പ്രത്യേകത? അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഒരു ദിവസം 100 വട്ടം ലാ ഹൗല ചൊല്ലുന്ന മനുഷ്യൻ ഒരിക്കലും അവന് സാമ്പത്തിക പ്രയാസമുണ്ടാവില്ലെന്ന് ഖാല റസൂലുള്ളാഹി. സാമ്പത്തിക പ്രയാസം ഉണ്ടാവില്ലേ? ലാ ഹൗല 100 എണ്ണം മുടങ്ങാതെ ചൊല്ലിയ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഫഇന്നഹാ കൻസും മിൻ കുനൂസിൽ ജന്നാ. ലാ ഹൗല എന്ന ദിക്റുണ്ടല്ലോ, അത് സ്വർഗത്തിന്റെ നിധിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വർഗത്തിനേക്കാളും വിലയുള്ളതാ സ്വർഗത്തിന്റെ നിധി. അങ്ങനെയുണ്ട് കുറെ കാര്യങ്ങൾ, സ്വർഗത്തിനേക്കാളും വിലയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അത് സ്വർഗത്തിന്റെ നിധിയാ. നിധിക്കപ്പുറവും വിലയുള്ളതുണ്ട്. സ്വർഗത്തിലെ നിധികളുണ്ട്. ഒന്നാമത്തേത് പറയട്ടെ, സ്വർഗത്തിന്റെ ഒരു നിധിയാണ്, സ്വർഗത്തിന്റെ നിധിയാണ് രഹസ്യമായ സദഖ. സ്വർഗത്തിന്റെ നിധിയാ ഖാല റസൂലുള്ളാഹി. പിന്നെയോ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാ, കുടുംബബന്ധം ചേർക്കാ, സ്വർഗത്തിന്റെ നിധിയാ. പിന്നെ പറഞ്ഞു സ്വർഗത്തിന്റെ നിധിയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ ദിക്ർ സ്വർഗത്തിന്റെ നിധിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പിന്നെയുണ്ട് സ്വർഗത്തിന്റെ നിധി വേറൊന്നുണ്ട്. അള്ളാഹു തന്ന രോഗങ്ങൾ, പ്രയാസങ്ങൾ, ഇല്ലായ്മകൾ ജനങ്ങളുടെ ഇടയിൽ പറയാതെ നടക്കാ എന്ന സ്വഭാവമുണ്ടല്ലോ, ആ സ്വഭാവക്കാരന് സ്വർഗമല്ല സ്വർഗത്തിന്റെ നിധിയാണ് കൂലി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. കച്ചവടം എങ്ങനെ എടുക്കാം? ഭയങ്കര മോശ അല്ല, അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, എന്നാലിത്തിരി പ്രയാസ. ഒരു അൽഹംദുലില്ലാ അങ്ങോട്ട് പറയണം. ദിക്റല്ലേ ഇത്? ദിക്റല്ലേ ഇത്? കഴിഞ്ഞ കൊല്ലം കുഴപ്പമുണ്ടായില്ല, ഈ കൊല്ലം ഭയങ്കര മോശ. അടുത്ത കൊല്ലം ചോദിക്കാണെങ്കിൽ പറയും കഴിഞ്ഞ കൊല്ലം കുഴപ്പം. അത് വേറൊരു ദിക്റ. ഇല്ല എന്ന് പറയാൻ ആളുകൾക്ക് അങ്ങനെ ഉണ്ട്. ചില ആളുകൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്ന അതങ്ങോട്ട് പറഞ്ഞ് പരത്തി എരപ്പാക്കി വെക്കും. മഹാന്മാരായ സ്വഹാബികളിൽ പലരും വർഷങ്ങളോളം കണ്ണിന്റെ കാഴ്ചയില്ലാതിരുന്നു. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാർ. ആരാണ് സഅദ്? കൈകൾ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് താഴേക്ക് താഴ്ത്തുന്നതിന് മുന്നേ ദുആക്ക് ഇജാബത്തുള്ള മഹാൻ. വർഷങ്ങളോളം കണ്ണിന്റെ കാഴ്ച പോയിട്ട് തന്റെ കണ്ണിന് കാഴ്ചയില്ലെന്ന് മറ്റൊരാൾക്ക് അറിയാൻ കഴിയരുതെന്ന നിർബന്ധ ബോധത്തോടുകൂടെ ആരുടെയും മുന്നിൽ കാഴ്ചയില്ലാത്തവനെ പോലെ നടിക്കാൻ നിന്നില്ല. ആരും അറിയണ്ട. അങ്ങനെ മഹാനവറുകൾ കാഴ്ചയുള്ള ആളെ പോലെ തന്നെ അങ്ങോട്ട് പെരുമാറി അവസാനം ഒരു ഏകാന്തതയിൽ എന്തോ ഒരു സാധനം വെച്ചോടുത്ത് തപ്പുന്നത് കണ്ടപ്പോ കൂടെ ഉണ്ടായിരുന്ന ആള് വെച്ചു, എന്തു പറ്റി? കണ്ണിന് കാഴ്ചയില്ലേ? കണ്ണിന് കാഴ്ചയില്ല അല്ലേ? അപ്പൊ ചോദിച്ചൂടായിരുന്നു അള്ളാഹുവോട്? 100 കണക്കിന് ആളുകൾ രാവിലെ മുതല് ഈ മുറ്റത്ത് വന്നിരുന്നു ദുആക്ക് ഇജാബത്ത് പ്രതീക്ഷിച്ച് പല ആവശ്യങ്ങളും പറഞ്ഞു പോകുമ്പോ അങ്ങ് ഓരോരുത്തർക്കും വേണ്ടി ദുആറെന്ന് കൈ താഴേക്ക് വീഴും മുമ്പ് അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബി സഅദ് ബിൻ അബീ വഖാസ്, ഹബീബായ നബി തങ്ങൾ പിതാവിനെയും മാതാവിനെയും ചേർത്തുകൊണ്ട് സ്നേഹപ്രകടനം നടത്തിയിട്ടുള്ള ഒരേ ഒരു മനുഷ്യൻ ഞാൻ മാത്രമാണെന്ന് പലപ്പോഴും പറഞ്ഞിരുന്നു സഅദ്. വല്ലാത്ത അമ്പെയ്ത്ത് വിദ്യയിലെ നിപുണനായ ഒരു വലിയ മഹാനാണ് മഹാനായ സഅദ് ബിൻ അബീ വഖാസ്. പിൽക്കാലത്ത് കണ്ണിന്റെ കാഴ്ച പോയി. ചോദ്യകർത്താവിനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ ഇഷ്ടം എനിക്ക് കണ്ണിന് കാഴ്ച പാടില്ല എന്നതാണെങ്കിൽ ആ ഇഷ്ടത്തിനപ്പുറത്തേക്ക് എന്റെ ആവശ്യം, എന്റെ ഇഷ്ടത്തെ ഞാൻ ചോദിക്കൽ ശരിയല്ലല്ലോ, അതുകൊണ്ട് കണ്ണിന്റെ കാഴ്ച എനിക്ക് വേണ്ട. അങ്ങനെ ചിന്തിച്ചിരുന്നവര് നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് മഹാനായ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം, അബുൽ ഫിദാ ഇസ്മാഈൽ ഇബ്നു കസീറിന്റെ ഖസസുൽ അംബിയ പറയുന്നുണ്ട്, 40 ദിവസം, ഒരു അഭിപ്രായം അനുസരിച്ച് 50 ദിവസം ജ്വലിച്ചു നിന്നുകൊണ്ടിരുന്ന തീക്കുണ്ടാരത്തിന്റെ അകത്തേക്ക് പോയ ഇബ്രാഹിം നബിയുടെ മുന്നിലേക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിശാലമായ ചിറകുകൾ വിടർത്തി വീശിയിട്ട് ജിബ്രീൽ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്,
ഇബ്രാഹിം നബിയെ, എന്നെ കൊണ്ട് വല്ല ആവശ്യവും അങ്ങേക്കുണ്ടോ? അമ്മാ ഇലൈക ഫലാ, നിന്റെ ആവശ്യമോ? എനിക്ക് നിന്റെ ആവശ്യമില്ല, നീ പോകണം. ജിബ്രീൽ സയ്യിദുനാ ഇബ്രാഹിം മീകായിൽ അലൈഹിസ്സലാം പറന്നു വന്നു. എന്നിട്ട് ചോദിക്കാനുള്ളതായ ഡ്യൂട്ടി ഏൽപ്പിച്ചിരിക്കുന്ന മലക്ക് ഞാനാ. അങ്ങൊന്ന് സമ്മതം മൂളിയാൽ ഞാൻ ഈ തീക്കുണ്ടാരത്തെ ഒരു വലിയ പേമാരി കൊണ്ട് അണച്ചു കളയാം. നബിയെ, അങ്ങ് സമ്മതിച്ചാലും. മഹാനായ ഖലീലുല്ലാഹി നബി തങ്ങൾ പറഞ്ഞു, നിന്റെ ആവശ്യം എനിക്കില്ല. അല്ലാഹ് തീരുമാനിച്ചത് ഇങ്ങനെയെങ്കിൽ അങ്ങനെ. തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ വിളിച്ചു പറഞ്ഞ ഒരു ദിക്റാണ്. പ്രതിസന്ധിയിൽ ഒറ്റപ്പെട്ടു എന്ന് തോന്നിയാൽ പേടി വരുമ്പോൾ ചൊല്ലേണ്ട ദിക്റാണ്. പഠിച്ചു വെച്ചോ, പേടി വരുമ്പോൾ ചൊല്ലേണ്ട ദിക്റാണ്. ലോകത്ത് ആദ്യമായ ദിക്ർ ചൊല്ലിയ മഹാൻ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം ദിക്ർ പറയട്ടെ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ബദറില് സഹാബികൾ ക്ഷീണിതരായി വന്നു നിൽക്കുമ്പോ അവരോട് ശത്രു സഞ്ചയത്തിന്റെ സന്നാഹങ്ങളെ കുറിച്ച് പറഞ്ഞ ഒരാൾ വന്ന് പേടിപ്പിച്ചപ്പോ അന്ന് ബദരീങ്ങൾ ചൊല്ലിയ ദിക്റും ബദറിൽ കേട്ട ദിക്റും ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. പേടി തോന്നുമ്പോ അത് ചൊല്ലാന്ന. എന്താവും ഒരു പേടി, പഠിച്ചവന് എന്താവും പരീക്ഷ എന്താവും, അല്ലെങ്കിൽ ഒരു കാര്യത്തിന്റെ റിസൾട്ട് അറിയണം, എന്താകും? ഹസ്ബുനല്ലാഹ്